ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. എമ്പുരാൻ റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വംശീയ കലാപത്തിന്റെ ഓർമ്മകൾ, അതിന്റെ കാരണക്കാർ ആരെന്ന് ബോധ്യപ്പെടുത്തിയത് ഈ കാലത്തെ ധീരമായ ഇടപെടൽ തന്നെയായിരുന്നു. എന്നാൽ ആ പ്രത്യയശാസ്ത്രത്തെ പിന്തുടരുന്നവരുടെ ഭീഷണിയിൽ പടം റീഎഡിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ മോഹൻലാൽ ക്ഷമ ചോദിക്കുന്നു. അത് പൃഥ്വിരാജ് ഷെയർ ചെയ്യുന്നു. മോഹൻലാൽ ആരോടാണ് മാപ്പ് പറയുന്നത്? ഈ സിനിമയിൽ അഭിനയിച്ചതിന് മോഹൻലാലിന് കിട്ടിയ വാഴ്ത്തുകൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ കോടാനുകൂടി ആരാധകരിൽ ബഹുഭൂരിപക്ഷവും ജനാധിപത്യവാദികളാണ്, മതേതരവാദികളാണ്. എന്നുകൊണ്ടാവും അദ്ദേഹം അവരെ കൈവിട്ടത്. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഒരു മതത്തോടും വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ലാൽ തന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. എമ്പുരാൻ ഏതു മതത്തോടാണ് വിദ്വേഷം പുലർത്തിയത്? മതത്തെ രാഷ്ട്രീയാധികാരത്തിനു വേണ്ടി ഉപയോഗിക്കുന്നവരെ തുറന്നുകാട്ടി എന്നതിലപ്പുറം എന്താണ് മോഹൻലാലിന് എമ്പുരാൻ ചെയ്തതിൽ ദുഃഖിക്കാനുള്ളത്? ആരോടാണ് മാപ്പ്? ചർച്ചയിൽ CPM പ്രതിനിധി KT കുഞ്ഞിക്കണ്ണൻ, P ശ്യാംരാജ് BJP പ്രതിനിധി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് പ്രതിനിധി, ദാമോദർ പ്രസാദ് രാഷ്ട്രീയ നിരീക്ഷകൻ. ആദ്യം ഞാൻ ഷിബു മീരാനിലേക്കാണ് പോകുന്നത്. ഷിബു, സിനിമ കണ്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ചർച്ചകൾ നടത്തിയതാണ്. ഇന്നത്തേക്ക് മോഹൻലാലിന്റെ ഖേദമാണ് വന്നിരിക്കുന്നത്. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? സ്മൃതി, ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായും ഈ സിനിമ കാണാൻ ശ്രമിക്കും. ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നമ്മുടെ മുൻപിലുള്ളത് മോഹൻലാൽ ഒരുപാട് എത്രയോ തലമുറകളുടെ മനസ്സിൽ ഒരു വീരനായകൻ്റെ പരിവേഷം ഉണ്ടായിരുന്ന മോഹൻലാലിനെ പോലൊരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ സിനിമ റിലീസായതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തെ തുടർന്ന് മാപ്പ് പറയേണ്ടി വരുന്നു. ആ സിനിമയുടെ സംവിധായകന് അത് ഷെയർ ചെയ്യേണ്ടി വരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പരിസരത്തേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വാക്ക് ശക്തമായി വീണ്ടും കടന്നു വരുന്നു. അതിനേക്കാൾ ഉച്ചത്തിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച്, ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളൊക്കെ പ്രേരിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ ഈ സിനിമയെ എതിർക്കുന്നവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ന്യായം, ഇത് ഏകപക്ഷീയമായി ചരിത്രത്തെ ചിത്രീകരിക്കുകയാണ്. ഗുജറാത്ത് കലാപത്തിൻ്റെ പ്രചോദനമായി കാലങ്ങളായി സംഘപരിവാർ പറയുന്ന, അതിന് പ്രകോപനം സൃഷ്ടിച്ച ഗോദ്രയിലെ സബർമതി എക്സ്പ്രസിന് തീവച്ചതിനെക്കുറിച്ച് സിനിമ നിശബ്ദമാണ്. മറുഭാഗത്ത് ഗുജറാത്ത് വംശഹത്യയിൽ നടന്നിട്ടുള്ള ബജറംഗിയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ക്രൂരമായ കൂട്ടക്കൊലപാതകങ്ങളെക്കുറിച്ച്, ബലാത്സംഗങ്ങളെക്കുറിച്ച് സിനിമ വാചാലമായി സംസാരിക്കുകയും ചെയ്യുന്നു. ഇത് ഇവിടുത്തെ ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ശക്തമായൊരു വാദഗതി. ഒരു പരിധിയോളം അതിന് കീഴ്പ്പെട്ടുകൊണ്ടാണ്, അതിന് ഭയന്നുകൊണ്ടാണ് ഇന്നലെ ഇപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർമാർ ഒരു സ്വന്തം നിലക്ക് ഒരു സെൻസറിങ്ങിന് ശ്രമം നടത്തുമെന്ന് നമ്മൾ കേട്ടു. ഇന്ന് ആ സിനിമയുടെ അണിയറക്കാർ ഓരോരുത്തരായി മാപ്പ് പറയുന്നത് നമ്മൾ കാണുകയാണ്. ഇവിടെ ഇപ്പോൾ മിനിഞ്ഞാന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി വിധി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്. ആ കേസിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ ശക്തമായ ഒരു നിരീക്ഷണം വന്നത്, ഫ്രീഡം ഓഫ് സ്പീച്ച് കനോട്ട് ബി ജഡ്ജ്ഡ് ആസ് പെർ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് വീക്ക് മൈൻഡ്സ് എന്നാണ്. ദുർബലരായ മനുഷ്യരുടെ ചിന്താഗതികൾക്കനുസരിച്ച് നമുക്ക് വിധിക്കാൻ കഴിയുന്നതല്ല, നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഉറപ്പ് കൊടുക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു വെച്ച ഒരു വിധി പുറത്തു വന്നത് ഇമ്രാൻ പ്രതാപ് ഗഡി എന്ന കോൺഗ്രസിൻ്റെ രാജ്യസഭാ MP അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഒരു കവിത പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് പോലീസ് അദ്ദേഹത്തിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ FIR ക്വാഷ് ചെയ്തുകൊണ്ടാണ് മിനിഞ്ഞാന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി അത്തരമൊരു വിധിന്യായം പുറപ്പെടുവിച്ചത്. അങ്ങനെ വിധിന്യായം നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ കലാകാരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളേക്കാൾ ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഈ കേരളത്തിൻ്റെ, പ്രബുദ്ധമായ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കലാവിഷ്കാരത്തിൻ്റെ സന്ദേശത്തിൽ ആ കലാകാരന്മാർക്ക് 72 മണിക്കൂർ പോലും ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഇവിടെ പ്രധാനമായും വിചാരണ ചെയ്യപ്പെടേണ്ടത് സംഘപരിവാറിൻ്റെ ഈ സെലക്റ്റീവ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. സ്മൃതി, ഇതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്തൊരു സന്ദർഭം മാസങ്ങൾക്ക് മുൻപ് ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പുറത്തു വന്നപ്പോഴാണ്. 32,000 പെൺകുട്ടികളെ ഇതാ കേരളത്തിൽ നിന്ന് ലവ് ജിഹാദിന്റെ ഭാഗമായി സിറിയയിലേക്ക് നാടുകടത്തിയിരിക്കുന്നു. ആ പെൺകുട്ടികളുടെ കഥയാണ് ഈ സിനിമ ആവിഷ്കരിക്കുന്നത് എന്ന അവകാശവാദവുമായി കേരള സ്റ്റോറി എന്ന സിനിമ പുറത്തു വന്നപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയുണ്ട്. ആ സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു തിയേറ്ററിലേക്കും ഇവിടെ ഒരു പ്രകടനം നടന്നിട്ടില്ല. ആ കലാകാരന്മാർക്ക് ആർക്കും മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ആരോഗ്യകരമായ ഒരു ഡയലോഗ് നടന്നു. ഞങ്ങളുടെ സംഘടന മുസ്ലിം യൂത്ത് ലീഗ് അതിന് നേതൃത്വം കൊടുത്തത്, ഞങ്ങൾ ചെയ്തത്
14 ജില്ലാ ആസ്ഥാനങ്ങളിലും ഒരു പകൽ മുഴുവൻ ഞങ്ങൾ കൗണ്ടർ തുറന്ന് കാത്തിരുന്നു. 32,000 വിലയില്ലാത്ത 3 പൂജ്യങ്ങളും നിങ്ങൾ വെട്ടിമാറ്റിക്കോ, 32 പെൺകുട്ടികളുടെ വിവരം തരാൻ കഴിയുമോ എന്ന് ചോദിച്ചിരുന്നു. വൈകുന്നേരം വരെ ഒരൊറ്റ സംഘപരിവാറുകാരനും ആ വഴി വന്നില്ല. അവർക്ക് അവകാശവാദത്തിൽ നിന്ന് പുറകോട്ടി വണ്ടി വന്നു. ആ സിനിമയുടെ അജണ്ട തുറന്നു കാണിക്കുന്നതിൽ നമ്മൾ വിജയിച്ചു. പക്ഷെ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു. ഇപ്പൊ ഇവിടെ വിട്ടുപോയി എന്ന് പറയുന്ന ഈ സബർമതി സംഭവം ഉണ്ടല്ലോ, അതിനെ ആവിഷ്കരിക്കുന്ന സബർമതി റിപ്പോർട്ട് എന്ന് പറയുന്ന സിനിമ ഈ രാജ്യത്ത് പുറത്തു വന്നു. ആ സിനിമ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രദർശിപ്പിച്ചു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അത് കണ്ടുനിന്നു. ജഹാംഗീർ യൂണിവേഴ്സിറ്റി, ബസ്തർ, അങ്ങനെ എണ്ണമറ്റ പ്രൊപ്പഗണ്ട ഫിലിമുകൾ ഈ രാജ്യത്ത് പുറത്തു വന്നപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരു സംവാദം നടന്നിട്ടുണ്ട് എന്നല്ലാതെ ആ സിനിമകളുടെ പ്രദർശനം തടയാൻ, അത്തരം ആവിഷ്കാരങ്ങൾക്കുള്ള കലാകാരന്മാരുടെ സ്വാതന്ത്ര്യത്തെ ആത്യന്തികമായി നിഷേധിക്കാൻ വീണ്ടും അടുത്ത പ്രതികരണം കൂടി ഓർഗനൈസറിൽ വന്നിട്ടുണ്ട്. ഈ സിനിമ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എന്നാണ് പറയുന്നത് ഷിബു മീരാൻ. ആ ചരിത്രത്തെ നമുക്ക് പരിശോധിക്കാം സ്മൃതി. 59 മനുഷ്യർ, ഞാൻ അംഗീകരിക്കുന്നു, ഗോദ്രയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ 59 പേരല്ലായിരുന്നു, അവരൊരാളായിരുന്നെങ്കിൽ പോലും അത് തെറ്റാണ് എന്ന് പറയാൻ, ഒരു മനുഷ്യൻ പോലും അനീതിയുടെ ഭാഗമായി കൊല്ലപ്പെടരുത് എന്ന് പറയാനുള്ള നീതിബോധം നമ്മുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും ഉണർന്നിരിക്കുന്നത്. പക്ഷെ ഇവർ പറയുന്നത് എന്താ? നിങ്ങൾ നിരന്തരം ഗോദ്രയെ കുറിച്ച് സംസാരിച്ചോളൂ. സബർമതിയിലെ ആ കമ്പാർട്ട്മെന്റ്, റെയിൽവേ കമ്പാർട്ട്മെന്റ് ഈ രാജ്യത്ത് ഇങ്ങനെ നിർത്താതെ കത്തിക്കൊണ്ടേയിരിക്കട്ടെ. പക്ഷെ അതേ തുടർന്ന് ഗുജറാത്തിൽ നടന്ന ഈ രാജ്യം കണ്ട ഏറ്റവും സംഘടിതമായ, ഏറ്റവും ക്രൂരമായ വംശഹത്യ, 2500 മനുഷ്യർ കൊല്ലപ്പെട്ട വംശഹത്യ, ബാബു ബജറംഗിയുടെ തഹൽക്ക വെളിപ്പെടുത്തൽ, ഉസ്കോ കാട്ടോ മാറോ ജലാവോ, അവരെ വെട്ടി തുണ്ടം തുണ്ടമാക്ക്, അവരെ കൊല്ല്, അവരെ കത്തിക്ക്, ഞങ്ങൾ ഏർപ്പെട്ട ക്രൂര വിനോദം അതായിരുന്നു. ശരി, ഈ സിനിമയിലെ വില്ലന്റെ പേരും ബജ്രംഗി എന്നാണ്. ബജ്രംഗിയാണ് അവിടുത്തെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതാണ് വില്ലന്റെ പേരും. അതാണോ ഇനി BJPയെയും RSSനെയും ചൊടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അറിയേണ്ടത്. ശ്യാംരാജ്, ഞാൻ ശ്യാംരാജിലേക്ക് പോകുന്നതിന് മുമ്പ് ഷിബു മീരാൻ, നാളെ ചെറിയ പെരുന്നാളാണ്, മാസപ്പറ കണ്ടിരിക്കുന്നു. ഈദ് ആശംസകൾ സ്മൃതി എല്ലാ മലയാളികൾക്കും. തീർച്ചയായും. ശ്യാം, ഞാൻ ചോദിച്ചത്, ഇന്നലെ വരെ BJP നേതാക്കൾ ഈ സിനിമ കാണാൻ തയ്യാറാണ്, അല്ലെങ്കിൽ കാണും എന്ന് വരെ പറഞ്ഞിരുന്ന നേതാക്കളാണ്. ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ വരെ നിലപാട് മാറ്റുകയാണ്. RSSൽ വീണ്ടും ലേഖനവും വരികയാണ്. RSS മുഖമാസികയിൽ വീണ്ടും ലേഖനവും വരികയാണ്. ഇന്നിപ്പോൾ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച ശേഷവും നിങ്ങൾ എന്താണ് അതിനെടുക്കുന്ന നിലപാട്? ഖേദം പ്രകടിപ്പിക്കുന്നു, ആ ഖേദപ്രകടനം ഒരു പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾ അങ്ങ് അംഗീകരിക്കുകയാണ്. ഇനി സിനിമ കട്ട് ചെയ്ത ശേഷം ആളുകൾ കാണട്ടെ, ഇതാണോ നിങ്ങളുടെ നിലപാട്? സ്മൃതി, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒന്നും വൺ വേ ട്രാഫിക് അല്ല. പൃഥ്വിരാജിന് ഒരു സിനിമ സംവിധാനം ചെയ്യാം, മുരളി ഗോപിക്ക് അതിന് സ്ക്രിപ്റ്റ് എഴുതാം, ലാലേട്ടൻ അഭിനയിക്കുകയും ചെയ്യാം. അതിൽ വന്ന ചില സീനുകളെക്കുറിച്ചിട്ട് അല്ല ചില ഭാഗങ്ങളെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പൊതുസമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള എതിർപ്പുണ്ടാവുകയും ആ എതിർപ്പിനെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും അതോടൊപ്പം തന്നെ അതിൽ നായകനായിട്ട് അഭിനയിച്ച ലാലേട്ടനും ആ എതിർപ്പുകളിൽ ശരിയുണ്ട് എന്ന് തോന്നിയതിൻ്റെ ഫലമായിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് പറഞ്ഞത് എഡിറ്റ് ചെയ്യാം, അവർ റീ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 17 ഇടങ്ങളിൽ എന്താണോ അവർക്ക് തെറ്റെന്ന് തോന്നിയത്, അല്ലെങ്കിൽ 17 ഇടങ്ങളിൽ എന്താണോ അത് കാണിക്കേണ്ടി ഇരുന്നില്ല എന്ന് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് തോന്നിയത്, ആ ഭാഗമാണ് അവർ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല കേരളത്തിൽ ഒരു സിനിമ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനെതിരെ വിമർശനം ഉണ്ടാകുന്നു, അഭിപ്രായം ഉണ്ടാകുന്നതുമല്ല. നിങ്ങൾ റിപ്പോർട്ടർ ചാനലിന്റെ മീറ്റ് എഡിറ്റർ പ്രോഗ്രാമിൽ തന്നെ കേരള സ്റ്റോറിക്കെതിരെ കേരള സ്റ്റോറിക്കെതിരെ വിവിധ അഭിപ്രായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ചില അഭിപ്രായങ്ങൾ കേരളത്തിനെതിരായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ രസകരമായിട്ടൊരു പോസ്റ്ററും കൂടി ഞാനൊന്ന് വായിക്കാം. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കേരള സ്റ്റോറി, മതവികാരം വ്രണപ്പെടുന്നതും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിടുന്നതുമായ ദി കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക ഡിവൈഎഫ്ഐ. ഇന്നലത്തെ അവരുടെ പോസ്റ്റ്, എമ്പുരാൻ സിനിമയ്ക്കെതിരെ നടക്കുന്ന സംഘപരിവാർ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിക്കുക. അപ്പോൾ ഒരു സിനിമ വരുമ്പോഴത്തേക്ക് അതിനെതിരെ വിമർശനം നടത്തുന്നതോ അത് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, VD സതീശനൊക്കെ പറഞ്ഞത് കേരളത്തിൽ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കരുതെന്നാണ്. കേരളത്തിൽ എവിടെയെങ്കിലും, ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഈ സിനിമ പ്രദർശിപ്പിക്കരുതെന്നോ ഇതിനെതിരെ പ്രകടനം നടത്തുകയോ, കുറച്ചു മുമ്പേ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറഞ്ഞ പോലെ ഏതെങ്കിലും സ്റ്റാളുകൾ ഇടുകയോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കെതിരെ ആദ്യമായിട്ട് വിമർശനം വരുന്ന ഒരു സിനിമയുമല്ല ഇത്. ഈ സിനിമയിൽ ഞങ്ങൾക്കെതിരെ വിമർശനമുണ്ടെന്ന് അത് അതിരാവിലെ സെർവർ ഡൗൺ ആയിട്ട്
വർഷങ്ങളായിട്ട് പോലും സിനിമ ബുക്ക് ചെയ്ത് കണ്ട സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകര്, അതിരാവിലെയും പാതിരാത്രിയിലും പോയി സിനിമ കണ്ട പ്രേക്ഷകര്, കഷ്ടപ്പെട്ട് പോയി സിനിമ കണ്ട പ്രേക്ഷകർ, അവർക്ക് തോന്നി, അതിൽ ഞങ്ങളുടെ ആളുകളുമുണ്ട്, അവർക്ക് തോന്നിയതിന്റെ ഫലമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സിനിമകൾ ആൾക്കൂട്ടം സെൻസർ ചെയ്യും അല്ലേ? സെൻസർ ബോർഡിന്റെ ആവശ്യമില്ല. ഇനി ആൾക്കൂട്ടം അഭിപ്രായം പറയും. നിങ്ങൾ പറഞ്ഞ സെൻസറിംഗ് ആയിരുന്നോ? കേരള സ്റ്റോറിക്കെതിരെ റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത് കേരളത്തിലെ റിയൽ സ്റ്റോറിയാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നു. അതിൽ പറഞ്ഞ പെരുപ്പിച്ച കണക്കുകൾ കള്ളമാണ് എന്ന് പിന്നീട് സമ്മതിക്കേണ്ടി വന്നു. 32,000 നിന്നും 3 ചുരുങ്ങുന്ന കഥ മാത്രമല്ല, ഒരു വിഭാഗം പൂർണ്ണമായും ഇവിടെ തീവ്രവാദത്തിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതാണ് എന്ന രൂപത്തിലാണ് സിനിമ അവതരിപ്പിച്ചത്. ഇതങ്ങനെയല്ല, ഇതിവിടെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. ശ്യാംരാജ്, ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. സ്മൃതി അടക്കമുള്ള മാധ്യമ പ്രവർത്തകരുടെ ഇരട്ടത്താപ്പ് അവിടെയാണ്. നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാം, നിങ്ങൾക്ക് 4 പേർക്കും കൂടി ഇരുന്ന് ചർച്ച ചെയ്യാം. അത് സെൻസറിംഗ് അല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് അഭിപ്രായം പറയാം, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല, ചരിത്രത്തെ വളച്ചൊടിച്ചു എന്ന അഭിപ്രായവും വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ശ്യാംരാജ്. പക്ഷേ അത് റീഎഡിറ്റ് ചെയ്ത് റീസെൻസറിംഗിലേക്ക് അത് എത്തിക്കുക, അതിൽ അഭിനയിച്ച നടന് അതിൽ ഖേദപ്രകടനം നടത്തേണ്ടി വരിക, ആ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ രാഷ്ട്രീയ ശക്തിക്ക് അതിനുള്ള ബലമുണ്ട്. ശ്യാംരാജ്, നിങ്ങളുടെ രാഷ്ട്രീയ മുഷ്ക് ഉപയോഗിച്ച് ഇങ്ങനെ പറഞ്ഞു പോയ കാര്യമില്ല കേട്ടോ. കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഇതാണ്. നിങ്ങൾ ആദ്യം ചോദ്യം കേൾക്കൂ, ചോദ്യത്തിന് ഉത്തരം പറയൂ. ശ്യാംരാജ്, പ്രത്യേകിച്ച് ഇടതുപക്ഷവും ചില മാധ്യമ പ്രവർത്തകരും കൂടിയിരുന്ന് നിങ്ങളുടെ അജണ്ട ശ്യാംരാജ് അത് നടക്കൂല. നിങ്ങളുടെ അജണ്ട നടന്നതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച. നിങ്ങളുടെ അജണ്ട നടപ്പാക്കിയതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച. എന്താണ് നിങ്ങളുടെ അജണ്ട നടപ്പാക്കിയതിനെ കുറിച്ചാണ് ചർച്ച. ഇവിടെ മോഹൻലാലിന് ഖേദം പ്രകടിപ്പിക്കേണ്ടതിലേക്ക്, ഈ സിനിമ റീഎഡിറ്റ് ചെയ്യേണ്ടതിലേക്ക് അവരെ സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നു നിങ്ങൾ. ട്രാഫിക് അല്ല ഈ ചർച്ച, സംഘപരിവാറിനെതിരെയുള്ള ചർച്ചയല്ല ഈ ചർച്ച, BJPക്ക് RSSനെതിരെയുള്ള ചർച്ചയല്ല. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഴുവൻ സിനിമകളെ കുറിച്ചും പറയണമെന്നേ. നിങ്ങൾ ചർച്ച ചെയ്ത സിനിമകളെ കുറിച്ചിട്ട് പറയണമെന്നേ, റിപ്പോർട്ടർ ടീമിൽ ചർച്ച ചെയ്ത സിനിമകളെ കുറിച്ച് പറയണമെന്നേ, സ്മൃതി പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച് പറയണമെന്നേ. അല്ലാതെ ഞങ്ങൾ പറഞ്ഞ, BJP പറഞ്ഞ, RSS പറഞ്ഞ, ഓർഗനൈസർ പറഞ്ഞ, ഞങ്ങളുടെ പ്രവർത്തകരും അനുഭാവികളും പറഞ്ഞ വിഷയത്തെ കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ മതിയോ? ശ്യാംരാജ്, നമ്മുടെ വിഷയം മോഹൻലാൽ ആരോടാണ് മാപ്പ് പറയുന്നത് എന്നുള്ളതാണ്. നിങ്ങളോടാണോ? അതൊന്ന് പറയൂ. നിങ്ങളോട് മാപ്പ് പറഞ്ഞോ? സ്മൃതി, അതുമായി ബന്ധപ്പെട്ട പോയിന്റ് തന്നെയാണ് ഇതും. സ്മൃതി, അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഒരുപാട് പറയാൻ നിങ്ങൾക്കുണ്ടെന്ന് അറിയാം. നമ്മുടെ പരിമിതമായ സമയത്തിൽ ഒന്ന് സഹകരിച്ച് എമ്പുരാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ വലിയ ഉപകാരം. സ്മൃതി, അത് തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനകത്ത് ഇടയ്ക്കേറി നിങ്ങൾ പറയരുത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. എമ്പുരാനെതിരെ മാത്രമല്ല, ഇതിനു മുമ്പും പല സിനിമകൾക്കെതിരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും പല സിനിമകൾക്കെതിരെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ വ്യത്യാസം ശരിയാണ്. നിങ്ങൾ മുൻപും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാവാം, മുൻപ് നിങ്ങൾക്കും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പല സിനിമകളെയും നിങ്ങളുടെ മന്ത്രിമാർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു, അതിന്റെ പ്രചാരണത്തിന് പ്രധാനമന്ത്രി തന്നെ പോകുന്നു. ഇതൊക്കെ ഈ രാജ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് സിനിമ റീഎഡിറ്റ് ചെയ്യുകയാണ്. വിമർശനമല്ല, ഭീഷണിപ്പെടുത്തലാണ്. ഭീഷണിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അത് റീഎഡിറ്റ് ചെയ്യുന്നു, റീസെൻസർ ചെയ്യുന്നു അല്ലേ? അത് ആരാണ് നിശ്ചയിക്കുന്നത്? ഇവിടെ സിനിമ ഇനിയും റീഎഡിറ്റ് ചെയ്യണം. ഈ സിനിമ ചെയ്യുന്നവർക്ക് ഇതൊന്നും ബോധമില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ കഥ അവർ കൃത്യമായി പരിശോധിച്ച് അതിൽ റിസർച്ച് നടത്തിയിട്ടൊക്കെ തന്നെയാണ് ഈ സിനിമ വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് നിഷ്കളങ്കമായി അതിൽ അഭിനയിച്ചു പോകുന്ന ആയിട്ട് ആരും അതിലില്ല. എല്ലാവർക്കും ഈ സിനിമയെക്കുറിച്ച് ബോധ്യമുണ്ട്. അതിൽ പൃഥ്വിരാജിനെ മാത്രം കോർണർ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക രൂപത്തിൽ ചർച്ച കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ ദുരുദ്ദേശം മനസ്സിലാക്കാനാകും ഇവിടെ ആളുകൾക്ക്. ശ്യാംരാജ്, ചോദ്യം കഴിഞ്ഞോ? നിങ്ങളോടാണോ മാപ്പ് പറഞ്ഞത്? പറയൂ, നിങ്ങളോടാണോ മാപ്പ് പറഞ്ഞത്? നിങ്ങളും ചേർന്നാണ് അഭിപ്രായം പറഞ്ഞത്. സിനിമയെ ഞാൻ പറയട്ടെ സ്മൃതി, ഞാൻ പറയാം. ഇത് ചർച്ചയല്ലേ, അല്ലാതെ റേഡിയോ അല്ലല്ലോ. ഞാൻ പറയട്ടെ സ്മൃതി, അഭിപ്രായം പറഞ്ഞത് ഞങ്ങളും നിങ്ങളും നമ്മളും ചേർന്നിട്ടാണ്. ഇതിനു മുമ്പ് കേരളത്തിൽ റിലീസായ സിനിമകളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചില സിനിമകൾ നിരോധിക്കണമെന്ന് VD സതീശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. DYFI നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിനീഷ് കോടിയേരി എമ്പുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് എന്താ പറഞ്ഞത്?
ബിനീഷ് കോടിയേരി പറഞ്ഞ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ടുള്ള സിനിമ ഇറക്കാൻ ധൈര്യം കാണിച്ച പൃഥ്വിരാജിനും എമ്പുരാൻ ടീമിനും അഭിനന്ദനങ്ങൾ എന്നാണ്. സ്വാഭാവികമായിട്ട് അതിന് എതിർ വിമർശനം ഉണ്ടാകുമെന്നേ. ആ എതിർ വിമർശനത്തെ നിങ്ങൾ കാണാതെ പോകുന്ന എന്താ? ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തോ മറ്റൊരു തരത്തിലും, നിങ്ങൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ആകുന്നത് എങ്ങനെയാണ്? ആര് ഭീഷണിപ്പെടുത്തി? 17 വെട്ടുകൾ വെട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയോ? ഞങ്ങളുടെ ഏതെങ്കിലും സംവിധാനത്തിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയോ? ഞങ്ങളുടെ എന്തെങ്കിലും സംവിധാനത്തിൽ വരുമെന്ന് ഞങ്ങൾ പറഞ്ഞോ? ആര് ഭീഷണിപ്പെടുത്തി? ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന കഥകളാണ്. ഇത് നിങ്ങളുടെ അജണ്ടയാണ്. നിങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സിനിമ വരുമ്പോഴത്തേക്ക് അതിനെതിരെയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾക്കെതിരെ ഉള്ള സിനിമ വരുമ്പോഴത്തേക്ക് അതിനനുകൂലമായിട്ടുള്ള അജണ്ടകൾ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ഒരാളെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ ഒരാളോടും സിനിമ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അതാണ് എനിക്ക് തോന്നുന്ന കേരളത്തിന് ചരിത്രത്തിന്റെ അപൂർവമായിട്ട് ഒരു സിനിമ വീണ്ടും റീ എഡിറ്റ് ചെയ്യപ്പെടുന്നു. ആ റീ എഡിറ്റ് ചെയ്യപ്പെടുന്നത് പ്രേക്ഷകരുടെ, സിനിമ കണ്ടിറങ്ങിയ ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് ആ സിനിമയുടെ അണിയർ പ്രവർത്തകർ, ആ സിനിമയിലെ ലാലേട്ടനെ പോലെയുള്ള അവർ തന്നെ സ്വമനസ്സാലെ വന്ന് അങ്ങ് എഡിറ്റ് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അതെ, തമാശക്കളിയാണല്ലോ ഈ കോടികളുടെ പരിപാടി അല്ലേ? ശരി, അതങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങാം ഈ കേരള സമൂഹം. അല്ലല്ല ഓർഗനൈസറിലെ ലേഖനമായാലും നിങ്ങളുടെ പ്രതികരണങ്ങളായാലും നിങ്ങളുടെ പോസ്റ്റുകളായാലും അതിന് ഭീഷണിയുടെ സ്വഭാവമേ ഇല്ല. ഇനി അതും പോട്ടെ, ആ സിനിമയിൽ ഒരു രംഗമുണ്ട്, മഞ്ജു വാര്യർ രാഷ്ട്രീയ പ്രവർത്തകയായി രംഗപ്രവേശം ചെയ്ത് അവിടെ പ്രസംഗിക്കുമ്പോൾ മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര ഏജൻസി വരുന്നുണ്ട്. മണി ലോണ്ടറിംഗ് കേസുണ്ട് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ ഭീഷണികളൊക്കെ ഈ രാജ്യത്ത് നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു സിനിമ വന്നതും ഒരുപക്ഷെ ഈ ഖേദവും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുമാകാം. അജണ്ട ആരുടെ അജണ്ടയാണ് ഇപ്പോൾ ജയിച്ചത്? നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ ഈ വൺ വേ ട്രാഫിക്, നിങ്ങളുടെ ഈ അജണ്ട സെറ്റിംഗ് കേരളത്തിൽ നടക്കാൻ വേണ്ടിട്ട് പോകുന്നില്ല. കേരളത്തിൽ നടക്കാൻ പോകാത്തത്, കേരളത്തിൽ ഇപ്പോൾ തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് കേരളത്തിൽ നടക്കുന്നത്. പോകുന്നില്ല. കേരളത്തിൽ റീഎഡിറ്റിന് മുൻപ് ആ സിനിമ കാണാനുള്ള തിരക്കാണ്. സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ അതെങ്ങനെയാണ് ഭീഷണിയാവുന്നത്? സ്മൃതി ഒരു കാര്യം, റീഎഡിറ്റിന് മുമ്പ് ആ സിനിമ കാണാനുള്ള തിരക്കാണ്. ശ്യാം, ഞാൻ സ്മൃതിയെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയതിന്റെ ഒരു ഉദാഹരണം പറയും. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്നോ? ഒരു ഉദാഹരണം. പൃഥ്വിരാജിനെ IS ഏജന്റായി പറഞ്ഞില്ലേ? IS-മായി ബന്ധമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഉദാഹരണം പറയൂ. അല്ലല്ല, നിങ്ങളുടെ നേതാവ് തന്നെയല്ലേ പറഞ്ഞേ പൃഥ്വിരാജിന് IS-മായി ബന്ധമുണ്ടെന്ന് പറഞ്ഞോ? അതാണ് ഭീഷണി. അത് ഭീഷണിയല്ലേ? അതാണോ ഭീഷണി? ദേശദ്രോഹി എന്ന് വിളിക്കുന്ന ഭീഷണിയല്ല, രാജ്യദ്രോഹി എന്ന് വിളിക്കുന്ന ഭീഷണിയല്ല. ഭീഷണിയുടെ സ്വഭാവം പറഞ്ഞു. നൂറുകണക്കിന് അഭിപ്രായങ്ങൾ, അതൊന്നും വേണ്ട, നൂറുകണക്കിന് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരും. നൂറുകണക്കിന് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ. അത് ഭീഷണിയാണോ? അത് ഏതെങ്കിലും ഒഫീഷ്യൽ സംവിധാനത്തിന്റെ ആണോ? അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള അഭിപ്രായങ്ങളാണ് എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും? മന്ത്രി ജോർജ് കുര്യൻ ഇന്നും അദ്ദേഹം സിനിമ കാണുമെന്ന് പറഞ്ഞല്ലോ. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ ഇന്നും പറഞ്ഞ എന്താണ്? സിനിമ ഞാൻ കാണുന്നില്ല, അത്രയും വല്ല പറഞ്ഞിട്ടുള്ളൂ. ആരാണ് ഭീഷണിപ്പെടുത്തിയത്? പല അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്. അതാണ് ഭീഷണി. ഇതാണ് സ്മൃതി ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ ഭീഷണി എന്ന് പറയുന്നത് എന്തിനാണ്? ഞങ്ങൾ ഈ സിനിമ ബാൻ ചെയ്യാൻ എവിടെയെങ്കിലും പറഞ്ഞു? നിങ്ങൾ നോക്കൂ, കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ VD സതീശൻ പറഞ്ഞത് കേരളത്തിൽ പ്രദർശിപ്പിക്കരുതെന്നാണ്. ഏതെങ്കിലും ഒരു ചുമതലയുള്ള ഒരാളെങ്കിലും ഈ സിനിമ പ്രദർശിപ്പിക്കരുതെന്ന്. എമ്പുരാൻ സിനിമയുടെ സംവിധായക നടനായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം കേട്ടോ. ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ്. കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ ഉപയോഗിക്കുന്നത്. ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങി അദ്ദേഹം അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഭീഷണിയല്ല, ഒരു അന്വേഷണ ത്വരയാണ്. എന്താണ് പറയുന്നത്? എവിടെയാണ് ഇതിന് ഭീഷണി? എവിടെയാണ് ഭീഷണി? ആരെയാണ് കളിയാക്കുന്നത്? അഭിപ്രായം പറയുന്നത്. നിങ്ങൾ ആരെയാണ് കളിയാക്കുന്നത്? കഴിക്കുന്നവരല്ലേ? എന്ത് അജണ്ട? ആരുടെ അജണ്ടയെ കുറിച്ചാണ് ഇവിടെ ചർച്ച? ഞാൻ KT-യിലേക്ക് വരാം. KT കുഞ്ഞിക്കണ്ണനിലേക്കും വരേണ്ടതുണ്ട്. അതോടൊപ്പം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, എന്തിനായിരിക്കാം മോഹൻലാൽ മാപ്പ് പറഞ്ഞത്? മോഹൻലാൽ മാപ്പ് പറഞ്ഞത്, മോഹൻലാലിനെതിരായി ഭീഷണി ഉയർത്തിയിരിക്കുന്നവർ കേന്ദ്ര ഭരണാധികാരത്തിന്റെ തണലുള്ളവരാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടനയായിരിക്കും RSS ആണ്, ഓർഗനൈസറാണ് മോഹൻലാലിനെതിരായി ഭീഷണി ഉയർത്തിയിരിക്കുന്നത്.
ആ ഭീഷണി മോഹൻലാലിനെ പോലെ അദ്ദേഹം ഒരു കലാകാരൻ മാത്രമല്ല, ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ആ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സമകാലീന ഇന്ത്യയിലെ BJP-യുടെ ഈ ഭരണഘടനാ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ, തങ്ങൾക്കെതിരായി പ്രതികരിക്കുന്ന കലാകാരന്മാരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും പത്രപ്രവർത്തകരെയും ഒക്കെ നേരിടുന്ന ഒരു രീതി എല്ലാവർക്കും അറിയാം. അപ്പോൾ രാജ്യം ഭയപ്പെടേണ്ടത് മോഹൻലാലിന്റെ ഈ കീടങ്ങൾ രാജ്യം എത്തപ്പെട്ട ഒരു ഫാസിസ്റ്റ് അവസ്ഥയാണ് കാണിക്കുന്നത്. ആ ഫാസിസ്റ്റ് അധികാരത്തിന്റെ പ്രമത്തതയിലാണ് ഇവിടെ BJP-യുടെ പ്രതിനിധി ഇപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വളരെ സമകാലീനമായി നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും ഭീകരമായ അസന്ധിഗ്ധമായ കൂട്ടക്കൊലകളുടെ അനുഭവമാണ് കാരവനും തെഹൽക്കയൊക്കെ ഒളിക്യാമറ പിടിച്ച് ഈ ബാബു ബജർഗിയെ കൊണ്ട് പറയിപ്പിച്ചത്. ആ സംഭവമാണ്. അത് നമ്മുടെ മുമ്പിൽ ഈ സിനിമയില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം. രേവതി ജോൾ അവരുടെ പുസ്തകത്തിൽ ഇതൊക്കെ തന്നെ വിശദമായി എഴുതിയിട്ടുണ്ട്. ഈ സിനിമ വന്നിട്ടില്ലെങ്കിലും കാര്യങ്ങൾ നോക്കിക്കാണുന്ന എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം എന്താണ് ഗുജറാത്തിൽ സംഭവിച്ചത് എന്ന്. ആ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ കേന്ദ്രത്തിൽ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന ഒരു കാലത്ത് ബാബു ബജ്രംഗി നടത്തിയിട്ടുള്ള മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്ന കൂട്ടക്കൊലകളുടെ ബലാത്സംഗങ്ങളുടെ ഈ സംഭവങ്ങൾ BJP-യെ ഭയപ്പെടുത്തും. BJP-ക്ക് വലിയ രീതിയിലുള്ള പേടിയുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുന്ന നമ്മളൊന്നുമല്ല ഭീരുക്കള്, BJP-ക്കാരാണ്, ഇവിടുത്തെ RSS-കാരാണ്. അവർ ഈ രാജ്യത്തോട് കാണിച്ച ഒരു മഹാപാതകത്തിന്റെ സമകാലീനമായ ഒരു ചരിത്രത്തെയാണ് ഈ സിനിമ കൊണ്ടുവരുന്നത്. സിനിമയുടെ ഈസ്തറ്റിക്സിനോടൊന്നുള്ള യോജിപ്പ് കൊണ്ടല്ല നമ്മളെല്ലാവരും ഈ സിനിമയെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യം കണ്ട ഏറ്റവും നികൃഷ്ടമായ, ഏറ്റവും ഭീകരമായ ഒരു വംശഹത്യാ സംഭവത്തെ അതിന് നേതൃത്വം കൊടുത്ത ഹൂളിഗാനികളായ ഹിന്ദുത്വവാദികളെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പോപ്പുലർ സിനിമ ഏറ്റെടുത്തു ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അതിന് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ കാണിച്ച ധൈര്യത്തെ നമ്മൾ എല്ലാവരും അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഭിവാദ്യം ചെയ്യുമ്പോൾ തന്നെ മോഹൻലാൽ ഇപ്പൊ ഭയപ്പെട്ട് കീഴടങ്ങേണ്ടി വന്നത്, അല്ലെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇപ്പൊ ഭയപ്പെട്ട് കീഴടങ്ങേണ്ടി വന്നത് ഒരു സംശയവുമില്ല, ഭരണാധികാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയാണ്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികളെല്ലാം. ഇവിടെ എന്താ പറഞ്ഞത്? മുമ്പ് ഇളയ ദളപതി വിജയ്ക്കെതിരായിട്ട് ഇവരെന്താ പറഞ്ഞത്? പാകിസ്ഥാൻ ചാരനാണെന്നാണ്. അയാളെ പേര് വിജയ് എന്നല്ല ജോസഫാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയിൽ GST-യെ കുറിച്ചുള്ള ഒരു സാധാരണ പരാമർശം മാത്രമാണ്. GST-യെ കുറിച്ചുള്ള ഒരു പരാമർശത്തിന്റെ പേരിലാണ് വിജയ് ആക്രമിക്കപ്പെട്ടത്. തങ്ങളുടെ നയങ്ങൾക്ക്, തങ്ങളുടെ നിലപാടുകൾക്ക്, തങ്ങളുടെ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്ക്, തങ്ങളുടെ മനുഷ്യാവകാശ ലംഘനത്തിനായിട്ട് ആര് സംസാരിച്ചാലും അവരെ വെറുതെ വിടില്ല. എന്തിന് മഹാനായ MD വാസുദേവൻ നായർ ആ തുഞ്ചൻ പറമ്പില് ഒരു പുസ്തക പ്രകാശന വേളയിൽ ഈ നോട്ട് നിരോധനത്തിന്റെ ഒരു അസംബന്ധതയെ, അതിന്റെ ഒരു തുക്കക്കയൻ സ്വഭാവത്തെ സംബന്ധിച്ച് പരാമർശം നടത്തിയതിന്റെ പേരില്ലേ അദ്ദേഹത്തെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ആക്രമിക്കാൻ ഈ കേരളത്തിലെ സംഘപരിവാർ രംഗത്ത് വന്നത്? അപ്പൊ കേരളത്തിലെ സംഘപരിവാറുകാരെ ഇവിടെ വന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിങ്ങൾ കേരള സ്റ്റോറി എന്താണ്? ഇവിടെ BJP-യുടെ ഈ RSS-ന്റെ പ്രതിനിധിയായി സംസാരിക്കുന്ന സുഹൃത്ത് മനസ്സിലാക്കണം. കേരള സ്റ്റോറി വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത 32,000 പെൺകുട്ടികളെ IS ക്യാമ്പുകളിലേക്ക് ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്തു എന്ന് അങ്ങേയറ്റം വിദ്വേഷമുണ്ടാക്കുന്ന ഒരു പ്രചരണമാണ്, ഒരു പ്രൊപ്പഗൻഡയാണ് നിങ്ങൾ നടത്തിയത്. ആ പ്രൊപ്പഗൻഡയോട് ഞങ്ങൾ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്, ഇനിയും പ്രതികരിക്കും. എന്നാൽ ഈ സിനിമയിൽ അദ്ദേഹം പറയട്ടെ, ഈ സിനിമയിലെ ബാബു ബജരംഗി ജീവിച്ചിരിക്കുന്ന ആളല്ലേ? ഈ വിദ്വാൻ ഈ രാജ്യത്ത് 2002 ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലക്ക് വേണ്ടി എല്ലാ നീക്കങ്ങളും നടത്തി ആ കൂട്ടക്കൊലകൾ പ്ലാൻ ചെയ്ത് അതിന് ആളുകളെ സംഘടിപ്പിച്ച്, അതിന് ആയുധങ്ങൾ സംഘടിപ്പിച്ച് അതിന് നേതൃത്വം കൊടുത്ത മഹാക്രൂരനല്ലേ? ആ മഹാക്രൂരന് സംഘപരിവാറിന്റെ ഇന്നത്തെ ദേശീയ അധികാരത്തിലേക്കുള്ള പോക്കിൽ വലിയ സംഭാവന ചെയ്ത വർഗീയ ഭീകര സംഘമല്ലേ? ആ സംഘത്തെയല്ലേ പ്രതികരിക്കുന്നത്? അത് ഈ സിനിമയിൽ കാണിച്ചു എന്നത് ഈ സിനിമയിൽ ഇല്ലെങ്കിലും സംഘപരിവാറിന്റെ പ്രതിനിധിയായി ഇവിടെ ഇരിക്കുന്ന സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, കാരവൻ ഇത് നേരത്തെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തെകൽക്ക നേരത്തെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഒളിക്യാമറകൾ വെച്ച് ഇദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇദ്ദേഹം നടത്തിയ ഈ മൃഗയാ വിനോദങ്ങൾ വലിയ രീതിയിലുള്ള അഭിമാനമായ അദ്ദേഹം കാരവന്റെ പ്രതിനിധിയോട് സംസാരിച്ചില്ലേ? അദ്ദേഹം തെഹൽക്കയുടെ പ്രതിനിധിയോട് സംസാരിച്ചില്ലേ? നമ്മൾ ആരുമല്ലല്ലോ പറഞ്ഞത്. ബാബു ബജ്രംഗി തന്നെ പറഞ്ഞ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളെ, അദ്ദേഹത്തിന്റെ വീഡിയോകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമയിലും 2002 ഗുജറാത്ത് വംശഹത്യയുടെ ഈ ഒരു ഭാഗം കാണിച്ചിരിക്കുന്നത്. അത് വളരെ ഭീകരമായ മനുഷ്യത്വരഹിതമായ ഒരു പാതകമാണ്. ആ വംശഹത്യ പാതകത്തെയാണ് ഈ സിനിമ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. ആ വംശഹത്യയിലൂടെ അധികാരത്തിൽ വന്ന ആളാണ് നരേന്ദ്രമോദി. എന്തെങ്കിലും സംശയമുണ്ടോ? അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പോലും ആ സംഭവത്തെ എങ്ങനെയാണ് കണ്ടത്? ലജ്ജ കൊണ്ട് എന്റെ തല താണു പോകുന്നു എന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദിയെ മാറ്റാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടന്നില്ലേ? പക്ഷെ നരേന്ദ്രമോദിക്ക് പിറകിലുള്ള വലിയ മൂലധന ശക്തികൾക്ക്
വാജ്പേയിയെ പോലും നിലക്ക് നിർത്താൻ കഴിഞ്ഞു. അന്നത്തെ വാജ്പേയിയെ പോലുള്ള ഒരു പ്രധാനമന്ത്രിയെ പോലും തടയാൻ കഴിഞ്ഞു. അപ്പോൾ നരേന്ദ്രമോദിയുടെ അന്നത്തെ മന്ത്രിസഭാ സംഘവും ആ ഗോത്രയിൽ ഉണ്ടാക്കിയ ആ സബർമതി എക്സ്പ്രസിലെ തീപിടുത്തം എന്ന് പറയുന്നത് പോലും നിങ്ങളുടെ പ്ലാന്റെ ഭാഗമായിരുന്നു. ഫോറൻസിക് റിപ്പോർട്ട് വളരെ കൃത്യമായി റെയിൽവേയുടെ സെക്യൂരിറ്റി വിഭാഗം ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നപ്പോ എന്താ നമ്മൾ കണ്ടത്? കമ്പാർട്ട്മെന്റിന് പുറത്ത്, ബോഗിയുടെ പുറത്ത് തീപിടുത്തത്തിനുള്ള ഒന്നും കാണാൻ കഴിഞ്ഞില്ല. നിങ്ങൾ പറയുന്ന പെട്രോളും ഡീസലും മണ്ണെണ്ണയും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അകത്താണ് തീപിടിച്ചത്. കൊല്ലപ്പെട്ടവരാരാണ്? ഈ സബർമതി എക്സ്പ്രസിലെ ബോഗിയിൽ ഗോത്രയിൽ കൊല്ലപ്പെട്ടവരാരാണ്? ദളിതരായ ആളുകളാണ്. ആരാണത് പ്ലാൻ ചെയ്തത്? അതിനെ തുടർന്ന് വളരെ വളരെ ആസൂത്രമായ രേവതി ലോണിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? വളരെ നേരത്തെ തന്നെ പെട്രോളും, നേരത്തെ തന്നെ എല്ലാ ആയുധങ്ങളും, എല്ലാവിധത്തിൽ കൂട്ടക്കൊലകൾക്ക്, വംശഹത്യകൾക്ക് വേണ്ടിയുള്ള സർവ്വ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. അപ്പൊ ഗോത്രയും എന്താണ്? ആ പ്ലാനിന്റെ ഭാഗമായിരുന്നു. ആ യാഥാർത്ഥ്യത്തെ നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും ചരിത്രത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചരിത്രം എപ്പോഴും എന്താണ്? അതിന്റെ സത്യം ജനങ്ങളിലേക്ക് ഏതെങ്കിലും വഴിയിലൂടെ എത്തിക്കും. അത് നേരിട്ട് എത്തിക്കണമെന്നില്ല. നിങ്ങൾക്ക് അധികാരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് നിങ്ങൾ മാധ്യമങ്ങളെ ഭയപ്പെടുന്നുണ്ടാകാം, നിങ്ങൾ സിനിമക്കാരെ ഭയപ്പെടുന്നുണ്ടാകാം. ഇതൊരു തുടക്കമാവുകയാണ്. ഇനി ഇങ്ങനെ ചരിത്രം പറയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകൾ എടുക്കാൻ ഇനി ധൈര്യപ്പെടുമോ ഇവിടെ സംവിധായകർ, നിർമ്മാതാക്കൾ? എത്ര പണം മുടക്കിയാണ് ഒരു സിനിമ നിർമ്മിച്ചത്. അതിനെ റീ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ കാമ്പ് തന്നെ വെട്ടിക്കളയുക എന്നുള്ളതാണ്. അതിന്റെ കഥാതന്തു തന്നെ തുടക്കത്തിലെ വെട്ടിക്കളയുക എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് അവരെ അസ്വസ്ഥപ്പെടുത്തുന്നത്. അതിലെ വില്ലന്റെ പേര് മാറ്റണം, ആ സമയത്ത് മ്യൂട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സിനിമ അതിന്റെ എല്ലാ രൂപഭംഗിയും നഷ്ടപ്പെട്ട് അതിന്റെ കഥ ഇല്ലാതാകുന്ന രീതി, കഥാവശിഷ്ടമാവും അത്. അല്ല, അത് മോഹൻലാലിനോടൊക്കെ നമുക്ക് വളരെ സഹതാപമാണ് തോന്നുന്നത്. അങ്ങനെ കീഴടങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ പത്മാവത് സിനിമയൊക്കെ കണ്ടേല്ലേ? സുപ്രീം കോടതിയിൽ പോയിട്ട് അതിന്റെ പ്രദർശനാനുമതി തടയണമെന്നുള്ള വാദം മുന്നോട്ട് വെച്ചപ്പോൾ സുപ്രീം കോടതി അത് റദ്ദ് ചെയ്തില്ലേ? അത് 14-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു യുദ്ധത്തെ, രജപുത്ര സാമ്രാജ്യത്തെ അലാവുദ്ദീൻ ഖിൽജി നടത്തിയ ഒരു യുദ്ധത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതപ്പെട്ട മാലിക് മുഹമ്മദ് ജയ്ഫി എഴുതിയ ഒരു പ്രണയകാവ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അപ്പൊ 14-ാം നൂറ്റാണ്ടിലെ സംഭവം, 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പ്രണയകാവ്യം, അതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ആർക്കും ഉന്നയിക്കാം. ഇത് നമ്മളെല്ലാം ജീവിച്ചിരുന്ന സ്മൃതി, നമ്മളൊക്കെ ജീവിച്ചിരുന്ന, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ജീവിച്ചിരുന്ന ഒരു കാലത്ത് നമ്മളെല്ലാം കണ്ടറിഞ്ഞ, നമ്മുടെയൊക്കെ മനസാക്ഷി അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു സംഭവമാണ് സിനിമയിൽ വരുന്നത്. അതെ, നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഒരു സംഭവമാണിത്. നമ്മളൊക്കെ കണ്ടുപോകുന്ന ഒരു സംഭവമാണിത്. ആ സംഭവത്തെ ഒരു സിനിമയിലേക്ക് വരാൻ, അതൊക്കെ എന്താണ്? ഈ മോഹൻലാലിന്റെ സിനിമ പോയാലും വേറെ ഈ സിനിമ വരും. ഈ രാജ്യം എന്താണ്? സംഘപരിവാറിന്റെ തിട്ടൂരങ്ങൾക്ക് അങ്ങനെയൊന്നും അങ്ങ് തലകുനിച്ചു കൊടുക്കാൻ പറ്റില്ല. നിയോ ഫാസിസ്റ്റുകൾ ചിന്തിക്കും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് എല്ലാത്തിനും ഒതുക്കളിയാമെന്ന്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ മരണത്തെ ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. തങ്ങളുടെ സ്വാതന്ത്ര്യവും തങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സാഹചര്യമൊക്കെ നഷ്ടപ്പെടുമ്പം ജനങ്ങൾ രംഗത്തേക്ക് വരും. ഇവിടെ കാക്കയും മാലൂർക്കുന്ന് ക്യാമ്പിലൊക്കെ പോയിട്ട് ഇവിടുത്തെ യുവാക്കൾ അതിനെയൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ട്. അഭിപ്രായം പറയുന്നവനെ തുടയല് ഉരുട്ടി അവനെ തകർത്ത് കളഞ്ഞ, ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അതിജീവിച്ച, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, തങ്ങളുടെ ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയ ഒരു ചരിത്രം ഈ കേരളത്തിനുണ്ട്. അതുകൊണ്ട് എന്താണ്, ഒരു മോഹൻലാൽ സറണ്ടർ ചെയ്തുകൊണ്ട്, ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ടീം സറണ്ടർ ചെയ്തുകൊണ്ട് കേരളമാകെ, അങ്ങനെ മലയാളിയുടെ കലാലോകമാകെ സറണ്ടർ ചെയ്തു എന്ന് ആരും ചിന്തിക്കേണ്ട. ആളുകൾ ഇനിയും സിനിമ എടുക്കും. നിങ്ങൾക്ക് ബാബു ബജ്രംഗിയുടെ ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് മറച്ചു വെക്കാനാവില്ല. മോഹൻലാലിന്റെ സിനിമയില്ലെങ്കിലും അവിടെ നിങ്ങൾ സെൻസർ നടത്തിയാലും കത്രിക കൊണ്ട് വെട്ടിക്കളഞ്ഞാലും അത് ഇന്നും ഇവിടെ പബ്ലിക് ഡൊമിനിയിൽ ഉണ്ട് എന്ന് BJP-ക്കാർ മനസ്സിലാക്കണം. നിങ്ങളുടെ ഈ ചെപ്പടി വിദ്യ കൊണ്ടൊന്നും ഇതിനെയൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. ശരി, ശ്രീ ദാമോദർ പ്രസാദ്, ഈ സിനിമ കീഴടക്കപ്പെട്ടു എന്നൊരു ലേഖനം താങ്കൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും കീഴടക്കപ്പെടുകയാണോ ചെയ്തിരിക്കുന്നത്? ഇതല്ലാതെ മറ്റു വഴിയില്ല എന്നൊരവസ്ഥയിലായിരിക്കില്ലേ ഈ ഖേദപ്രകടനം? ഇന്നത്തെ മോഹൻലാലിൻ്റെ ഖേദപ്രകടനം എന്ന് വിളിക്കുന്ന മാപ്പ്, അത് ഖേദപ്രകടനമാണ്. അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവരും, പക്ഷേ അദ്ദേഹത്തിന് ആരാധകനും കൂടിയായി ഞാൻ അതിനെ മാപ്പ് എന്ന് പറയാം. അതിൻ്റെ ഒരു ഭാഗം വായിക്കാം. എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കണ്ടുവന്ന ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഇതാണ് പറയുന്നത്. ആരുടെ മനോവിഷമമാണ് ഉണ്ടായത്? അത് വല്ല ഐഡൻറ്റിഫൈ ശരിയാണ്. RSSും BJP-യും അവരുടെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ സിനിമയെക്കുറിച്ച് രൂക്ഷ ഞാനതിന് എന്താ പറയുക, അവർക്ക് അഭിപ്രായം എനിക്കങ്ങനെ തോന്നിയില്ല. ഏത് മതവിഭാഗത്തെയാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഏത് മതത്തെയൊന്നും RSS സംഘടനയും
ഹിന്ദു മതം എന്ന് ഹിന്ദു മതത്തെയാണെങ്കിൽ ഹിന്ദു മതം വ്യത്യസ്തമാണല്ലേ, അത് വ്യത്യസ്തമായ. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് RSSും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞോട്ടെ, വിമർശിച്ചോട്ടെ. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം മോഹൻലാലിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ, നിങ്ങൾ ഈ സിനിമയെ വന്നിട്ട് പ്രൊമോഷൻ വീഡിയോ ഓർക്കുകയാണ്, അതിൽ മോഹൻലാൽ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഞാൻ പല രാഷ്ട്രീയ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, 20-ാം നൂറ്റാണ്ട് അഭിനയിച്ചിട്ടുണ്ട്, ഭൂമി രാജാക്കാരെ അഭിനയിച്ചിട്ടുണ്ട്, രാജാവിൻ്റെ മകനെ അഭിനയിച്ചിട്ടുണ്ട്, ഇതിലൊക്കെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ സിനിമകളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനം, അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പശ്ചാത്തലങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അന്ന് ആരെയും പ്രതിഷേധിച്ചിരുന്നു ഇത് റീഎഡിറ്റ് ചെയ്യാൻ നിർബന്ധപ്പെട്ടു മോഹൻലാൽ. അപ്പോൾ RSSനെയും BJP, അപ്പോൾ ഇതിൻ്റെ അകത്ത് സെൽഫ് സെൻസർഷിപ്പ് ആണോ എന്ന് ചോദ്യമുണ്ട്. സെൽഫ് സെൻസർഷിപ്പ് എന്ന് വിളിക്കുന്നത് നമ്മുടെ BJPയുടെ പ്രതിനിധി ശ്യാമരാജ് പറഞ്ഞത് സെൽഫ് സെൻസർ, അതായത് അത് തന്നെ തെറ്റാണ്, പക്ഷേ അതിൻ്റെ അകത്തൊരു സെൽഫ് ഉണ്ട്, സെൽഫ് സ്വയം തീരുമാനിച്ചിരിക്കുക. ഇത് കമ്പൽഡ് സെൽഫ് സെൻസർഷിപ്പ്, നിർബന്ധിതമായിട്ടുള്ള സ്വയം എഡിറ്റ് ചെയ്യാൻ നിർബന്ധമായ സാഹചര്യം, കമ്പൽ, അത് നാണക്കേടാണ്. മോഹൻലാൽ മീറ്റു നമ്മുടെ ഈ അമ്മയെ ബന്ധപ്പെട്ട് മീറ്റു പ്രശ്നങ്ങളുടെ സമയത്ത് ഒഴിഞ്ഞു പോയില്ലോ, ഒരു അഭിപ്രായ പ്രകടനം തയ്യാറായില്ലോ, എത്ര നാൾ മാറിയിരുന്നു. മാധ്യമപ്രവർത്തക ചോദ്യത്തിന് എനിക്കൊന്ന് ഉത്തരം പറയാനുണ്ടെന്ന് പറഞ്ഞു. അതായത് മൂർത്ത ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം, തൻ്റെ സഹപ്രവർത്തകർക്കെതിരെ കേസ് മിണ്ടിയില്ലല്ലോ. പക്ഷേ ഇന്ന് വലിയ അഭിപ്രായം എന്തുകൊണ്ട്? മാത്രമല്ല, ഇതിനകത്ത് വലിയ ചതിയുണ്ട്. കാര്യം, ഈ സിനിമ എഴുതി പ്രദർശനം കഴിഞ്ഞു, 3 ദിവസം വൻ തോതിൽ ആൾക്കാർ കയറി വിജയിപ്പിച്ചു. ഈ വിജയിപ്പിച്ച ആൾക്കാരെ വിഡ്ഢികളാണോ? അദ്ദേഹത്തിൻ്റെ ആരാധകർ തന്നെയല്ലേ പോയത്? രാവിലെ 6 മണിക്കും രാത്രി 12 മണിക്കും സിനിമ കാണാൻ പോയി ആരാധകർ, അവരൊക്കെ വഷളന്മാരും വിഡ്ഢികളാണെന്നാണ് മോഹൻലാൽ വിചാരിച്ച്. അവരുടെ സമീപനം നാളെ എന്തായിരിക്കും? അവർ തുടർന്ന് മോഹൻലാലിൻ്റെ സിനിമ ഇനി ബഹിഷ്കരിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തണോ, അതോ കാണാതിരിക്കണോ? അങ്ങനെ ചെയ്യില്ലാതിരിക്കണം. കാര്യം അത് മോഹൻലാലിനെ സംബന്ധിച്ചുള്ള അങ്ങനെ നമ്മൾ ആരും ചെയ്യില്ല. പക്ഷെ അവരുടെ സമീപനം എന്താണ്? അപ്പോൾ ആരെയാണ് വ്രണപ്പെടുത്തിയത്? അപ്പോൾ കമ്പൽഷൻ ഉണ്ട്, അത് തുറന്നു പറയണം, ഞങ്ങൾ കമ്പൽ, അതായിരുന്നു വേണ്ടി. ഇവിടെ സംഭവിച്ച സാഹചര്യം എന്ന് പറഞ്ഞാൽ, RSS ഓർഗനൈസേഷൻ കൃത്യമായി വിമർശനം ഉന്നയിച്ചു. BJP നേതാക്കളും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സംഭവിച്ചെന്താണ്, BJP അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്ന, നേരത്തെ അദ്ദേഹം സൂചിച്ച പോലെ അവർ എല്ലാ കേരള സ്റ്റോറി വിമർശിച്ച പോലെ അവരും വിമർശിച്ചു, ഞങ്ങളും വിമർശിച്ചു. പക്ഷേ ഞങ്ങളാരും മെക്കെട്ട് കയറിയിട്ടില്ല, ഞങ്ങളാരും. പക്ഷേ ഈ പരോക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നമുക്കറിയാം, ഇതിൻ്റെയൊക്കെ തന്നെ പൊളിറ്റിക്കൽ ടൂൾസ് കാണുന്നുണ്ട്. NIA, ED പൊളിറ്റിക്കൽ ടൂൾസാണ് നമുക്കറിയാം, ഈ സിനിമയ്ക്ക് തന്നെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കമ്പൽഷൻ വരെ പുറത്തുണ്ടായിരുന്നുള്ളത് ഇവരായിരുന്നു പറയേണ്ടിയിരുന്നത്. അത് പറയാതെ BJPക്കും അവർക്ക് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളാവാൻ അവസരം കൂടി കൊടുത്തു. എന്ന് വെച്ചാൽ ഈ കമ്പൽഷനുള്ള കാര്യം തുറന്നു പറഞ്ഞില്ല. അങ്ങനെയാണ് വേണ്ടത്. ഇത് എഡിറ്റ് ചെയ്യപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ സിനിമ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് സാഹചര്യത്തിന് പകരം ഇവർ സ്വയം കീഴടങ്ങി. അതിനാണ് കീഴടങ്ങൽ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പോഴും RSSും BJPക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? ഞങ്ങൾ വിമർശനം ഉന്നയിച്ചു, നിങ്ങൾ നേരത്തെ അദ്ദേഹം ചോദിച്ച പോലെ നിങ്ങൾ വിമർശനം ഉന്നയിച്ചില്ലേ കേരള സ്റ്റോറിക്കെതിരെ, അതുപോലെ ഞങ്ങൾ വിമർശനം ഉന്നയിക്കുന്നു. പക്ഷേ ആ നിലയിൽ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വക്താക്കളാവാനും പറ്റി, അതേസമയം തന്നെ റീഎഡിറ്റിങ്ങിന് ഈ സിനിമ ഇതേയാവുകയും ചെയ്തു. അങ്ങനെ മലയാള സിനിമയോടും മലയാള സിനിമയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടും മലയാള സിനിമയെ സ്നേഹിക്കുന്നവരോടും കൊടും ക്രൂരതയാണ് ഈ സിനിമ പ്രവർത്തകർ ചെയ്യുന്നത്. അത് ഗോകുലഗോപാൽ ഉത്തരവാദിയാണ്, മോഹൻലാൽ ഉത്തരവാദിയാണ്, പൃഥ്വിരാജ് ഉത്തരവാദിയാണ്, മുരളി ഗോപി ഉത്തരവാദിയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യം പ്രേക്ഷകരെ വഞ്ചിക്കായിരുന്നു ഇവർ ചെയ്തത്. കാര്യം ഈ സിനിമ മുഴുവൻ പ്രദർശിപ്പിച്ചിട്ട് ഇത്രയും ആൾക്കാർ കയറി വിജയിപ്പിച്ച പടം ഈ പറയുന്നത് പോലെ ആ സിനിമയിലെ ഒരു രംഗത്തിലെ പോലെ തന്നെ കേന്ദ്ര ഏജൻസി വരും, കണക്കൊക്കെ സൂക്ഷിച്ചു വെച്ചോളൂ എന്നൊരു ഭയപ്പെടുത്തൽ ഉണ്ടായാൽ സ്വാഭാവികമായും ഈ തരത്തിൽ വലിയ ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് ഇത്തരത്തിലുള്ള ആശങ്കയുണ്ടാകും. അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിനെ ഓരോ ഘട്ടത്തിലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ പോയാൽ ആ ബിസിനസ് അത്ര നല്ല ഭംഗിയായി പോവില്ലല്ലോ. ആ ആശങ്കയും ഭയവും അവരെ സംബന്ധിച്ചുണ്ടാകുമല്ലോ. അതായിരിക്കാം ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാകുക. ഇത് ഇവിടെ നിന്നുള്ള ഭീഷണിയല്ല, അത് അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്ന ഭീഷണിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. കാര്യം ഓർഗനൈസർ ഒരു പത്രം മലയാളത്തെ സിനിമയെക്കുറിച്ച് 1-2 ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞാൽ ഏത് നിലയിൽ RSSനെ കുറിച്ച് ചിന്തിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഇത് ഒരു കാര്യം, ഇത് ആദ്യത്തെ അനുഭവം എന്നല്ല, നമുക്കറിയാം. വളരെ മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ഇത് വാജ്പേയിയുടെ കുറിച്ച് KT കുഞ്ഞുകണ്ണൻ പറഞ്ഞൊരു കാര്യം കൊണ്ട് പറയണം. ആ കാലത്ത് ദീപാ മേത്തയുടെ വാട്ടർ എന്ന സിനിമ മുരളി മനോജ് ജോഷിയായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി. അന്ന് ഷൂട്ട് ചെയ്യാൻ പോയി നിശ്ചയിച്ചൊരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ദീപാ മേത്തയുടെ വാരണാസിയിലെ വിധവകളെക്കുറിച്ചിട്ടുള്ള, കാശിയിലെ വിധവകളെക്കുറിച്ചുള്ള വാട്ടർ എന്ന സിനിമ ഒരു കുറേ ഉണ്ട്. പക്ഷെ നമ്മൾ വേറൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കുന്ന സ്മൃതി, തൊട്ടപ്പുറത്ത് മഹാരാഷ്ട്രയിൽ ചാവ എന്ന് പറഞ്ഞ സിനിമയിൽ വന്നു. ചാവ വർഗീയ വിദ്വേഷം സൃഷ്ടിച്ചു, അവിടെ കലാപം ഉണ്ടായി. ഈ സിനിമ എമ്പുരാൻ എന്ത് കലാപമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്? ആരെയും പറഞ്ഞു തരട്ടെ, എന്ത് കലാപം? ഒരു കലാപം ഉണ്ടാക്കിയിട്ടില്ല. ഒരുപാട് പേര് ആസ്വദിക്കുകയും സന്തോഷിക്കുകയും അതിൻ്റെ അകത്ത് രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും ചെയ്തത്. പല വിമർശനം ഉണ്ടായിരിക്കും. എല്ലാ സിനിമകളും വന്നാൽ വിമർശനം ഉണ്ടാവും, രാഷ്ട്രീയ വിമർശനം ഉണ്ടാവും, അതുണ്ടായിക്കോട്ടെ. പക്ഷേ ചാവ എന്ന സിനിമ സൃഷ്ടിച്ചെന്താണ്? വർഗീയ വിദ്വേഷവും വർഗീയ കലാപവും ഈ സിനിമ സൃഷ്ടിച്ചോ? എന്നിട്ട് അത് റീഎഡിറ്റ് ചെയ്തോ? അത് റീഎഡിറ്റ് ചെയ്ത് വന്നോ? അത് വീണ്ടും പ്രദർശിപ്പിക്കുകയല്ലേ ചെയ്തത്? അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള സിനിമകൾ ഇവർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അത് റീഎഡിറ്റിന് വന്നോ? എതിർപ്പുണ്ടായിരുന്നല്ലോ, റീഎഡിറ്റ് ചെയ്തോ? അപ്പോൾ റീഎഡിറ്റ് ചെയ്യുന്നതിന് പിന്നെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് നമ്മുടെ മുമ്പിൽ ദൃശ്യമായിരിക്കില്ല, പക്ഷേ ഇവർക്കെല്ലാം അറിയാം. പക്ഷേ അപ്പോഴും ഞാൻ പറയും, കലാകാരൻ ഈ വിപണിക്കകത്തു നിന്നാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഈ വാണിജ്യ സിനിമയുടെ വിപണിയുടെ ലോകത്തകത്തു നിന്നാണ്
ഗോകുലം ഗോപാലും മോഹൻലാലൊക്കെ പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു കലാകാരൻ നിലയ്ക്ക് അവർക്ക് അതിനോട് പ്രതിഷേധിക്കേണ്ട ആംബിയർ മിനിമം വേണമായിരുന്നു. അതില്ലാത്തതുകൊണ്ട് പിന്നെ എന്ത് വീരശൂര പറക്കാണ് ഈ സ്ക്രീനിൻ്റെ പുറത്ത് കാണിക്കുന്നത്? നമുക്ക് മുമ്പേ അറിയാം ഈ വീരശൂരത്തൊന്നും കയ്യിലില്ല എന്നുള്ളത്, വെറുതെ അഭിനയം മാത്രമേ. ഈ സിനിമയുടെ ബേസിക് ആയിട്ടുള്ള ഇത് സിനിമ റിയലിറ്റി ഒന്ന് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എമ്പുരാനിൽ കാണിക്കുന്ന ഒരു ഓവർസൈസ്ഡ് ഈ ഹീറോയിൻ്റെ ഇമേജ് ഉണ്ട്, ഒരു ഹൈപ്ഡ് ഇമേജ്, അതൊക്കെ പൊട്ടിച്ചാമ്പലായില്ലേ? ഇനി എങ്ങനെ ഒരു ഹീറോ വേഷം വെച്ച് വരും? ഇത്ര ദുർബലമായ രീതിയിൽ കീഴടങ്ങി കഴിഞ്ഞാൽ, ഇത്ര ദുർബലമായി. അപ്പോൾ കീഴടങ്ങുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കീഴടങ്ങി മലയാള സിനിമ, അത് മലയാള സിനിമയെ ബാധിക്കുന്നുണ്ട്. നാളെ എല്ലാവരും തന്നെ. പിന്നെ മറ്റൊരു കാര്യം, ഇവർ റിയലിറ്റിനെ കുറിച്ച് പറയുന്ന വാദം, ഈ സിനിമ സാമാന്യ ബുദ്ധി അനുസരിച്ച് നമുക്കറിയാം, ഈ സിനിമ ആദ്യമേ ഇവർ കാണുന്ന പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ച് ഷൂട്ട് കഴിഞ്ഞ് അതിൻ്റെ ഔട്ട് ഇറങ്ങിയതിന് ശേഷം ഇവർ പ്രിവ്യൂ ചെയ്യുമ്പോൾ ഇവരിതൊക്കെ പരിശോധിക്കേണ്ടാവണമല്ലോ. അപ്പോൾ അന്നില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ പെട്ടെന്ന് വന്നു? അപ്പോൾ ഇവർക്ക് എന്താണ് ഇതിൽ മാറ്റേണ്ട രംഗങ്ങൾ? അല്ല, ഇവർക്ക് തന്നെ അറിയേണ്ടമായിരുന്നല്ലോ. ഇവർക്ക് തന്നെ കോൺസിക്വൻസ് കുറിച്ച് ഏതൊരാൾ സിനിമ ചെയ്യുമ്പോൾ കോൺസിക്വൻസിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ്, ഇരട്ടത്താപ്പാണ് ഇവരുടെ കയ്യിലുള്ളത്. അപ്പോൾ മോഹൻലാൽ സത്യം പറഞ്ഞാൽ എക്സ്പോസ് ചെയ്തു. ഈ കേന്ദ്ര മാപ്പാണ്, നാണം കെട്ട വിധത്തിലൊരു മാപ്പ് പറയേണ്ട സ്ഥിതി ഉണ്ട്. അതായത് ഒരു പക്ഷേ മലയാളത്തിൽ പ്രേക്ഷകർ നിഷേധിക്കുന്ന തുല്യമാണ്. പ്രേക്ഷകരുടെ ഈ സിനിമ വിജയിപ്പിച്ച മോഹൻലാലിനെ മനസ്സിൽ നെഞ്ചേറ്റി കിടക്കുന്ന ഈ RSന്റെ പ്രവർത്തകർ മാത്രമല്ലോ, എത്ര ആൾക്കാരുണ്ട്. പറയുന്നതും സമ്മർദ്ദത്തിലുള്ള മാപ്പ് പറച്ചിലും രണ്ടും രണ്ടാണല്ലോ. ഈ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ആളുകൾക്ക് ഇങ്ങനെ ഖേദപ്രകടനം നടത്തേണ്ടി വരുന്ന രൂപത്തിലേക്ക് ആ സമ്മർദ്ദം ഉയർത്തി കൊണ്ടുവരാൻ ഏത് തലത്തിലേക്ക് വരെ എത്തിക്കാൻ കഴിയും? അത് നമ്മുടെ വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. സ്മൃതി, അത് ഞാൻ അംഗീകരിക്കുന്നു, ശരിയാണ്. ആ സമ്മർദ്ദത്തിൻ്റെ വലിയ പ്രശ്നമുണ്ട്. പക്ഷേ ആ സമയത്ത് സമ്മർദ്ദ പ്രശ്നം ഇവിടുത്തെ എത്രയോ ആൾക്കാർ, എത്രയോ രാഷ്ട്രീയ സംഘടന പിന്തുണയ്ക്കുന്നില്ല ഇവരെ. ഒരു സംഘടന മാത്രമല്ലോ, എത്രയോ രാഷ്ട്രീയ സംഘടന, കേരള പ്രമുഖ രാഷ്ട്രീയ സംഘടനകളും ഇവിടുത്തെ മനുഷ്യരൊക്കെ ഈ സിനിമയെ പിന്തുണയ്ക്കുന്നില്ല. ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നതാണ് ആ ശക്തി, ആ കരുത്തിലാണ് ഭീഷണി വരുന്നത് എന്നുള്ളതാണ്. ഷിബു മീരാൻ കോൺഗ്രസിന്റെ പിന്തുണ, ലീഗിന്റെ പിന്തുണ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ. ഇപ്പോൾ പിണറായി വിജയൻ കുടുംബസമേതം ഇന്നലെ സിനിമ പോയി കണ്ടു. ഇന്ന് അദ്ദേഹം അതിൽ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തിരിക്കുന്നു. ഈ പിന്തുണയൊക്കെ വരുമ്പോൾ ആ സിനിമയിൽ ചില രംഗങ്ങൾ കൃത്യമായി പിണറായി വിജയനെ കളിയാക്കുന്നതാണ്. അതിലെ തിരുവാതിര കളി രംഗമൊക്കെ പിണറായി വിജയനെ പരിഹസിക്കുന്നതാണ്. അത്തരം കാര്യങ്ങളുണ്ട്. അതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് CPM നേതാക്കൾ തന്നെ പുറത്തു പറയുന്നുണ്ട്. ചില രംഗങ്ങളിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിൻ്റെ സ്വഭാവം വേറെ രൂപത്തിലേക്ക് ആവുകയാണ്. പക്ഷേ ഇതിനി തുടർച്ചയുണ്ടാകും എന്നുള്ളതല്ലേ ഇനി ആശങ്കപ്പെടുത്തുന്നത്. ഇനി ഇങ്ങനെ രാഷ്ട്രീയ സിനിമകൾ എടുക്കാൻ, ഇവിടെ കടന്നുപോയ കാലം പറയാൻ ഇവിടെ സംവിധായകർ മടിക്കില്ലേ? തീർച്ചയായും ഇതുണ്ടാക്കുന്ന ഇപ്പോൾ പിണറായി വിജയനെ മാത്രമല്ല, നമുക്കിപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന ഈ സിനിമയുടെ 1ാം ഭാഗം പ്രത്യക്ഷത്തിൽ നമുക്ക് വിമർശിക്കുന്നത് കോൺഗ്രസിനെയാണോ എന്ന് സംശയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പരിശോധിച്ചോളൂ. സ്മൃതി, സഖാവ് EK നയനാർ, ലീഡർ K കരുണാകരൻ, വലിയ അളവോളം ഈ സത്യനന്ദിക്കാടൻ, ഈ ഷാജി കൈലാസിന്റെ, സുരേഷ് ഗോപിയുടെ സിനിമകളിൽ ഞങ്ങളുടെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇവരൊക്കെയാണ് എന്ന പ്രതീതി ഉണ്ടാക്കുന്ന വില്ലൻ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് യാഥാർത്ഥ്യങ്ങളോടൊന്നും നിരക്കാത്ത സമ്പൂർണമായ ഫിക്ഷൻ അവരുടെയൊക്കെ മേൽ ആരോപിച്ച് എത്രയോ സിനിമകൾ വന്നിരിക്കുന്നു. അത്തരം സിനിമകളിലൂടെ സൂപ്പർ സ്റ്റാറായ ഒരാളാണ് ഇപ്പോൾ ഇവരുടെ കേന്ദ്രമന്ത്രിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പക്ഷെ ഇവിടെ BJPയുടെ നേതാവ് ഉപയോഗിച്ച വാക്ക് വളരെ കൃത്യമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് ആണ്. ഇപ്പൊ BBC-യുടെ ഇപ്പൊ ഇവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയോ? ഈ പൃഥ്വിരാജ് ജോർദാനിലായിരുന്നപ്പോൾ IS-മായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോർദാൻ വാസത്തെക്കുറിച്ച് NIA അന്വേഷണം നടക്കണമെന്നൊക്കെ ഇവരുടെ സംസ്ഥാനത്തെ യുവജന സംഘടന സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അതൊന്നും ഭീഷണിയല്ല എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, BBC ഒരു ഡോക്യുമെന്ററി അവർ പ്രദർശിപ്പിച്ചു. അവരുടെ ഡൽഹിയിൽ ആസ്ഥാനം ഇൻകം ടാക്സ് പോയിട്ട് റെയ്ഡ് ചെയ്തു. വിജയുടെ കാര്യം സഖാവ് കേട്ടിവിടെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവർ കൃത്യമായും ഗോകുലം ഗോപാലൻ ഒരു ബിസിനസ്സുകാരനാണ്, മോഹൻലാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ബിസിനസ്സുകാരനാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് BJPക്ക് അറിയാമെന്ന് BJPയേക്കാൾ നന്നായി അവർക്കറിയാം. അതുകൊണ്ടാണ് അവരിപ്പോ ഈ സമ്മർദ്ദത്തിനിടയായി മാപ്പ് പറയേണ്ടി വരുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം സ്മൃതി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ സിനിമയെ ഇവർ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണ്? ഈ സിനിമയെ ഇവർ വിമർശിക്കുന്നത് എന്തിനാണ്? ആ സിനിമയുടെ പ്രമേയം, ആ പ്രമേയത്തിന്റെ ഭാഗമായി വരുന്ന ഗുജറാത്ത് വംശഹത്യ, ഇവരുടെ ഈ വൺ വേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അസഹിഷ്ണുതയുടെ 1ാം തരം ഉദാഹരണം ഈ ഗുജറാത്ത് കലാപം. ഇതിനെക്കുറിച്ച് ആദ്യം ഒരു സിനിമ വരുന്നത് പർസാനി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. സ്മൃതി, ഗുജറാത്തിലെ ഒരൊറ്റ തിയേറ്ററിൽ
ആ സിനിമ പ്രദർശിപ്പിക്കാൻ അന്ന് ബജറംഗൾ അനുവദിച്ചില്ല. അന്നത്തെ അവിടുത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് ആണ് ചില സ്ഥലങ്ങളിലെങ്കിലും അത് പ്രദർശിപ്പിച്ചത്. ഇനി ഇവരുടെ വലിയ നേതാവുണ്ടല്ലോ, ഇവരുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നേതാവ്, വിശ്വഗുരുവിനോളം തലപ്പൊക്കമുള്ള ആള്, ഒരു TV ഇന്റർവ്യൂവിൽ കരൺ താപ്പർ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ചോദിച്ചപ്പോ 3-ാം മിനിറ്റിൽ ഇതൊന്ന് നിർത്തൂ എന്ന് പറഞ്ഞ് തന്റെ മുന്നിലെ ടേബിളിൽ ഇരിക്കുന്ന വെള്ളത്തിന്റെ കുപ്പിയെടുത്ത് ഒരിറക്ക് വെള്ളവും കുടിച്ചിട്ട് ഹമാരാ ദോസ്തി ബനെ രഹേഗ, നമ്മുടെ സൗഹൃദം നിലനിർക്കട്ടെ, പക്ഷെ നിങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നത് ഇവരുണ്ടാക്കുന്ന പോലത്തെ ഫേക്ക് വീഡിയോ അല്ല. ഇപ്പോഴും ഈ രാജ്യത്ത് മനുഷ്യർ അത് കാണുന്നുണ്ട്. അന്ന് നരേന്ദ്രമോദി ഒരു തീരുമാനം എടുത്ത് എന്താണെന്നറിയോ? ആയുസിൽ ഇനി ഒരു വാർത്താ സമ്മേളനത്തിന് ഞാൻ പോയി ഇരുന്ന് കൊടുക്കില്ല എന്ന ശപഥം എടുത്തു. ആ ശപഥം മൂപ്പർ ഇന്നും വിടാതെ പാലിച്ചു പോരുന്നുണ്ട്. ഇവിടെ ചാവ് അദ്ദേഹം പറഞ്ഞാൽ പറയുന്നില്ല. അപ്പോ ഗുജറാത്ത് കലാപം, ആ വീണ്ടും വീണ്ടും അതിനോടൊക്കെയുള്ള പ്രതികാരത്തിന്റെ സ്വഭാവം വലുതാണ്. കാരണം കരൺ താപ്പറിന് പിന്നീട് എത്ര കാലം ജോലി ലഭിക്കാതിരുന്നു, ഇപ്പോഴും വൈറൽ അഭിമുഖങ്ങൾ എടുക്കുന്നു. അതല്ലാതെ അദ്ദേഹം എത്ര കാലം കത്തി നിന്നിരുന്ന ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങനെ ഒരു അവസരമില്ലാത്തൊരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ കാലം വരെയും അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. തീർച്ചയായും സ്മൃതി ഇവരുടെ ഈ മൂർഖന്റെ പകയുള്ളവരാണ് ഇവർ. ഈ ചാനലിൽ വന്നിരുന്ന് പറയുന്ന വർത്താനമൊന്നുമല്ല. ഈ ഗുജറാത്തുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ പി ചിദംബരം അമിത്ഷായെ അറസ്റ്റ് ചെയ്യുന്ന ചിദംബരത്തിന്റെ കാലത്താണല്ലോ. എന്നിട്ട് എങ്ങനെയാ പക വീട്ടിയത്? CBI അമിത്ഷാ മന്ത്രിയായി വന്നപ്പോ ചിദംബരത്തിന്റെ വീടിന്റെ മുന്നിൽ വന്നു പാതിരാവിൽ. അദ്ദേഹം ഉറങ്ങാണെന്ന് പറഞ്ഞപ്പോ ടെലിവിഷൻ ക്യാമറകൾ കണ്ടുറന്ന് കാണുക ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന, ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന, ലോകമാദരിക്കുന്ന നിയമജ്ഞനായ പി ചിദംബരത്തിന്റെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് CBI ഉദ്യോഗസ്ഥന്മാർ രാത്രിക്ക് രാത്രി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി 105 ദിവസം ജയിലിലിട്ടു. 105ാമത്തെ ദിവസം ജാമ്യം കിട്ടി. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? അമിത്ഷാ ജയിലിൽ കിടന്ന് 105 ദിവസമാണ്. അപ്പൊ പിന്നെ ചിദംബരവും 105 ദിവസം. ഇവരുടെ കയ്യിൽ ഒരു ത്രാസ് ഉണ്ട് സ്മൃതി. ആ ത്രാസ് വെച്ച് ഇവർ തൂക്കിയപ്പോഴാണ് ഗോദ്രയിൽ കൊല്ലപ്പെട്ട 59 മനുഷ്യർ, ആ മനുഷ്യരിൽ ഒരാളുടെ ജീവന് 50 മുസ്ലിങ്ങളുടെ വിലയുണ്ട് എന്ന് തീരുമാനിച്ച് 2500 മനുഷ്യർ കൊല്ലപ്പെട്ട ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സംഘടിതമായ വംശഹത്യ ഗുജറാത്തിൽ നടന്നത്. 1:50 എന്ന് തൂക്കുന്ന ആ ത്രാസ് സംഘപരിവാറിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് അവർ കേരളത്തിലും ചെലവാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ ബഹിഷ്കരണ ആഹ്വാനം, ഈ സോഷ്യൽ മീഡിയയിലെ അറ്റാക്ക് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് വരുന്ന ആളുകളിൽ കേരളത്തിന്റെ ജാഗ്രത ഉണ്ടാകേണ്ടത്. അതല്ലെങ്കിൽ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഒരാവിഷ്കാരങ്ങളും സാധ്യമല്ലാത്ത BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് പോലെ കലാകാരന്മാർക്ക് കവിത എഴുതാൻ കഴിയാത്ത, പാട്ടുപാടാൻ കഴിയാത്ത, സിനിമ ചിത്രീകരിക്കാൻ കഴിയാത്ത ഇടമായി കേരളം മാറും എന്ന ആശങ്ക ഞങ്ങൾ പങ്കുവെക്കുകയാണ് സ്മൃതി. ശരി ശ്യാം, ഇനിയിപ്പോൾ മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും സിനിമകളോട് ഇനി നിങ്ങൾക്ക് മറ്റൊരു സമീപനമായിരിക്കും? അതോ മോഹൻലാൽ ഇപ്പോൾ ഖേദപ്രകടനം നടത്തി, ആ ഖേദപ്രകടനം പൃഥ്വിരാജ് ഷെയർ ചെയ്ത പശ്ചാത്തലത്തിൽ ഈ പൃഥ്വിക്കെതിരെയുള്ള IS ബന്ധമടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് പിൻവലിക്കുകയാണോ? അതിനോട് ഞാൻ വരാം. അതിനു മുമ്പ് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിനൊരു ഉത്തരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവരാരാണ് ഈ ഫാസിസത്തെ കുറിച്ചിട്ട് കേരളത്തെ മലയാളികളെ പഠിപ്പിക്കുന്നത്? ലോകത്തെ ലക്ഷണമൊത്ത ഫാസിസ്റ്റ് സംഘടന ഉണ്ടെങ്കിൽ അതിന്റെ പേര് കമ്മ്യൂണിസം തന്നെയാണ്. ലോകത്തിലോട്ടൊന്നും പോകുന്നില്ല. കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുവരെ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളും എല്ലാം കൂടി നമ്മൾ മറന്നുപോയി എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഓർമ്മയില്ല, വെസ്റ്റ് ബംഗാളിൽ മാരിചാബിൽ ആയിരക്കണക്കിന് ആൾക്കാരെ പോലീസുകാരെ കൊണ്ട് വെടിവെച്ച് കൊന്നിട്ട് ആ വെടി കൊണ്ടിട്ട് വീണ ആളുകളുടെ മക്കളുടെ ചോര എടുത്തിട്ട് അമ്മമാരുടെ ചോറിൽ പുരട്ടിയിട്ട് ആ ചോറ് അമ്മമാരെ കൊണ്ട് കഴിപ്പിച്ചത് ഈ കുഞ്ഞിക്കണ്ണം മറന്നുപോയോ? ഇനി കേരളത്തിലോട്ട് വന്നിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10-12 വയസ്സുള്ള കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന KT ജയകൃഷ്ണൻ മാഷെ ക്ലാസ്സിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി. ഇതാരെങ്കിലും പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ കൊന്നു കളയുമെന്ന് വെറും പിഞ്ചു കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളെ ഈ KT കുഞ്ഞികൃഷ്ണൻ മാഷ് മറന്നുപോയോ? പമ്പ പരിമല കോളേജിൽ 18-19 വയസ്സ് മാത്രം പ്രായമുള്ള ABVPയുടെ പ്രവർത്തകരെ അവർ SFIക്കെതിരെ ഇലക്ഷൻ ജയിച്ചു എന്നും പറഞ്ഞിട്ട് അവരെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി പുറത്തു നിന്ന് DYFIയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തകന്മാര് ചുടുകെട്ട് പുറത്തു നിന്നിട്ട് എറിഞ്ഞ് കൊലപ്പെടുത്തി. ആ വഴി നീന്തി രക്ഷപ്പെടുന്ന അമ്മമാര് സാരി ഇട്ട് കൊടുത്തപ്പോൾ ആ അമ്മമാരെ ഭീഷണിപ്പെടുത്തിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇത്രമാത്രം ഭീകരവാദികൾ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇവരാണ് ഭീകരവാദത്തെ കുറിച്ചിട്ട് പറയുന്നത്, ഇവരാണ് ഫാസിസത്തെ കുറിച്ച് പറയുന്നത്. ലോകം കണ്ടിട്ടുള്ള, കേരളം കണ്ടിട്ടുള്ള നമ്പർ 1 ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പേര് ഒരു സംശയവും വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. കേരളത്തിലെയും വെസ്റ്റ് ബംഗാളിലെയും അത്രയും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ രാജ്യത്തൊരിടത്തും നടന്നിട്ടില്ല. അതിനൊരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലുള്ള അപ്രമാദിത്വമാണ്. ഇനി ഈ
ഗോത്ര കലാപത്തിലോട്ട് വരാം. എന്താണ് അവിടെ ഈ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ എന്താണ്? വെറുതെ ട്രെയിനിൽ അങ്ങോട്ട് തീ പിടിച്ചിട്ട് ആൾക്കാർ മരിച്ചു. 59ഓളം വരുന്ന കർസേവകര്, അതിൽ പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ, അവരെ പുറത്തു നിന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു വന്നാന്ന്. എന്താ നാനാവധി കമ്മീഷന്റെ റിപ്പോർട്ട് പറയുന്നത്? എന്താണ് പോലീസിന്റെ റിപ്പോർട്ട് പറയുന്നത്? എന്താണ് ആ കേസ് അന്വേഷിച്ചിട്ട് അതിന്റെ വിധി പറഞ്ഞിട്ടുള്ള പ്രത്യേക കോടതിയും അതിനുശേഷം ഗുജറാത്ത് ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ള? എന്തിനാണ് ആ ഗുജറാത്ത് ട്രെയിൻ കത്തിച്ചിട്ടുള്ള 59 പേരെ ട്രെയിൻ കത്തിച്ചില്ലേ 20 പേരെ എന്തിനാണ് വധശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക കോടതി പറഞ്ഞത്? പിന്നെ എന്തുകൊണ്ടാണ് ഹൈക്കോടതി അത് ജീവപര്യന്തമാക്കി മാറ്റിയിട്ടുള്ള? കുറ്റം ചെയ്തിട്ടുണ്ട്, പ്രതികളുണ്ട്, കോൺഗ്രസിന്റെ കൗൺസിലർമാര്, കോൺഗ്രസിന്റെ മുനിസിപ്പൽ ചെയർമാൻമാര്, കൃത്യമായിട്ടുള്ള ആളെണ്ണമുണ്ട്. ആ ആളെണ്ണത്തെ, ആ കൊലപാതകികളെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്, ഈ SDPIക്ക്, ഈ തീവ്രവാദികൾക്ക് പാട്ടുപാടി കൊടുക്കുന്ന അവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അജണ്ടയാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത് എന്ന് ബജ്രംഗി തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ജയിലിന് പുറത്തിറങ്ങിയത് എന്ന് ബജ്രംഗി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തള്ളിക്കളയുന്നുണ്ടോ? സംസാരിക്കണം. അല്ല, ഗുജറാത്തിലെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അല്ല, ഗുജറാത്തിലെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഗുജറാത്തിലെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഗുജറാത്തിലെ കാര്യം തന്നെയാണ് പറഞ്ഞത്. എങ്കിലാണ് ആ കാര്യം ശരിയാവുക. വൺ സൈഡ് ആയിട്ടുള്ള നടക്കൂല. വൺ സൈഡ് ഒന്നുമല്ല. ട്രെയിൻ അകത്തു നിന്നാണോ കത്തിച്ചത്, പുറത്തു നിന്നാണോ കത്തിച്ചത് എന്ന് 2 തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതിൽ ഇനിയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർ ഇപ്പോഴും അപ്പീലുമായി കോടതിയിലുണ്ട്. അത് പൂർണ്ണാർത്ഥത്തിൽ അതിനെ പൂർണ്ണമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല, അനുമാനത്തിലേക്ക് എത്താനായിട്ടില്ല. 59 പേർ മരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു മരണവും ജയിലിൽ തന്നെയല്ലേ? ഇപ്പോഴും സുപ്രീം കോടതിയുടെ വിധിയും കാട്ട് അപ്പീലും കാത്ത് ജയിലിൽ തന്നെയല്ലേ? പുറത്തു പോയിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾക്ക് അനുകൂലമാകുന്ന കാര്യങ്ങളെ സുപ്രീം കോടതിയെ കോട്ട് ചെയ്ത് പറയും. നിങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾക്ക് സുപ്രീം കോടതിയെ നിങ്ങൾ മാനിക്കുകയുമില്ല. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർമ്മിപ്പിച്ചത് എന്താണ്? ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം എന്താണ് ഓർമ്മിപ്പിച്ചത്? ചേർന്ന് നടത്തുന്ന പ്രൊപ്പഗണ്ട, അതിൽ പെട്ടുപോയിട്ടുള്ള പൃഥ്വിരാജ് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. നിങ്ങൾ സത്യം പറയൂ. നിങ്ങൾ ഗുജറാത്ത് കലാപത്തിന് മുമ്പുണ്ടായ ഗോത്ര കൂട്ടക്കുരയെ കുറിച്ച് പറയൂ. രണ്ടും നിങ്ങൾ ചർച്ച ചെയ്യൂ. അതല്ലാതെ കുഞ്ഞിക്കണ്ണൻ പറയുന്ന പോലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന പോലെ നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് നിങ്ങൾ പറയുന്നിടത്താണ് എതിർപ്പുണ്ടാവുന്നത്. നിങ്ങൾ എല്ലാം പറയണമെന്നേ. അല്ല, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അടുത്ത നിങ്ങൾ എല്ലാം പറയണം. എല്ലാം പറയുന്നത് ചർച്ച വരട്ടെ. ഒരു മിനിറ്റ് ശ്യാം. ഗോത്രയിൽ ട്രെയിൻ കത്തിച്ചു, സത്യമാണ്. 59 പേർ കൊല്ലപ്പെട്ടു, സത്യമാണ്. അതിനുശേഷം അവിടെ ഒരു കലാപം ഉണ്ടായിരുന്നോ? അവിടെ മുസ്ലിം സ്ത്രീകളെ കൂട്ടക്കൊല ചെയ്തിരുന്നോ? കൂട്ടബലാത്സംഗങ്ങൾ ഉണ്ടായിരുന്നോ? കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ നിന്ന് ശൂലത്തിൽ പുറത്തെടുത്തിരുന്നോ? ഇതൊന്നും സംഭവിച്ചിട്ടില്ലേ? ആര് പറഞ്ഞു? ഇവിടെയാണ് പ്രശ്നം. പിന്നീട് വന്നിട്ടുള്ള മുഴുവൻ അന്വേഷണങ്ങളും നിങ്ങളുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ്. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, വളരെ ചുരുക്കിയൊന്ന് പറയണം. ഇപ്പോൾ രാജ്യത്ത് ഫാസിസം ഇല്ല എന്ന നിങ്ങളുടെ നിലപാട് ഈ പുതിയ പശ്ചാത്തലത്തിൽ മാറ്റുന്നുണ്ടോ? ഞങ്ങൾ രാജ്യത്ത് വാസം ഇല്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് സ്മൃതിക്ക് എവിടെ നിന്ന് കിട്ടിയവരാന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പറഞ്ഞ എന്താണ്, ഇന്ത്യൻ ഫാസിസത്തിന്റെ സ്വഭാവവിശേഷങ്ങൾ 30കളുടെ ക്ലാസിക്കൽ ഫാസിസത്തിന് വ്യത്യസ്തമായ അതൊരു നിയോ ഫാസിസ്റ്റിക് ആണെന്നാണ്. അത് ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല സ്മൃതി. ഇപ്പൊ ഈ BJPയുടെ പ്രതിനിധി, അദ്ദേഹത്തിന്റെ ആ തന്ത്രം ഉണ്ടല്ലോ, അതിന് കയ്യിൽ വെച്ച മതി. റീസ്താഗിന് തീയിട്ടിട്ട് അത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞ ആ ഫാസിസ്റ്റ് യുക്തി ഉണ്ടല്ലോ, അത് ഇവിടെ നടക്കില്ല മനുഷ്യ. ഇത് കേരളമാണ്, ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന സമൂഹമാണ്, ആ ലക്ഷോപലക്ഷം കമ്മ്യൂണിസ്റ്റുകാരുടെ സമൂഹമാണ്. ആ സമൂഹത്തിനകത്ത് നിങ്ങളുടെ ഈ തന്ത്രവും നടക്കൂല. കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പരസ്പരം കൊല ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് അരിഷ്ടകരമാണ്, അത് സംഭവിക്കാൻ പാടില്ല എന്ന നിലപാട് എനിക്ക്. പക്ഷെ അതിൽ ഏറ്റവും അധികം ജീവൻ കൊടുക്കേണ്ടി വന്ന പ്രസ്ഥാനത്തെ പ്രതികരിച്ചാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന്. ആ ചർച്ചയിൽ BJPക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളാണ്, BJPക്കാരാണ്, RSകാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നത് എന്ന് മറക്കരുത്. നിങ്ങൾ സംജോത എക്സ്പ്രസ് തീവച്ചയല്ലേ, എന്നിട്ട് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ പേരിൽ അത് ആരോപിച്ചവരല്ലേ? നിങ്ങൾ എന്താണ് മക്ക മസ്ജിദിൽ ചെയ്തത്? നിങ്ങൾ ഈ രാജ്യത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ കാണിക്കാനുണ്ടാവും. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, P ശ്യാംരാജ്, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ദാമോദർ പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.